വീണ്ടും ഒരു വസന്തം കൂടി. ഭാഗം 16. രചനാ സംഭാഷണം രുദ്രപ്രിയ. സത്യ തലയിൽ കയ്യും കൊടുത്ത് ബെഡിലിരുന്നു. എന്തൊക്കെയാണ് തനിക്ക് ചുറ്റും നടക്കുന്നത്? ആരെയാണ് തള്ളേണ്ടത്, ആരെയാണ് കൊള്ളേണ്ടത്? അവനൊന്നും മനസ്സിലായില്ല. ഇടയ്ക്ക് സാരംഗിൻ്റെ മൊബൈലിൽ നിന്ന് യാദൃച്ഛികമായാണ് ആക്സിഡൻറ്റിൻ്റെ ഫോട്ടോസ് കാണാനിടയായത്. അവൻ വരുന്നതിന് മുമ്പേ തന്നെ മൊബൈൽ തിരികെ വയ്ക്കുകയും ചെയ്തു. ഉറപ്പായും തൻ്റെ കയ്യിലും മൊബൈൽ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല. അച്ഛനാണ് കുറച്ച് ദിവസത്തിന് മുന്നേ പുതിയൊരു മൊബൈൽ കയ്യിൽ കൊണ്ട് തന്നത്. അതിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശൻ്റെയും സാരംഗിൻ്റെയും നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിവാഹത്തിന് ശേഷം കുറച്ച് ഫോട്ടോസ്. ഇന്ന് വരെ ആ ഫോട്ടോസ് ഒന്നും തന്നെ താല്പര്യത്തോടു കൂടി നോക്കിയിട്ട് പോലുമില്ല. തൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി പലതും വിളിച്ചു പറയുമെങ്കിലും അവളുടെ മനസ്സ് അതിലൊക്കെ വേദനിക്കുന്നുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. അഹങ്കാരിയാണെന്നാണ് ഇത്രയും നാൾ അവളെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും മുന്നേ നിന്നതായിരുന്നോ ശരിക്കുള്ള സ്വഭാവം? ഒന്നും പിടികിട്ടുന്നില്ല. ആകെ ബ്ലാങ്ക്നെസ്. എന്തായാലും ഞാൻ നാളെ വീട് വരെ പോകാം. എനിക്ക് അച്ഛനെയും അമ്മയെയും വല്യച്ഛനെയും ഏട്ടനെയും കാണണം അച്ഛാ. അച്ഛൻ എന്നെ വീട് വരെ കൊണ്ടുവിട്ടാൽ മതി. ഞാൻ 2 ദിവസം അവിടെ നിന്നതിന് ശേഷം തിരികെ വരാം. അവളുടെ തീരുമാനത്തെ അംഗീകരിക്കാനോ എതിർക്കാനോ മുത്തശ്ശനും അച്ഛനും കഴിഞ്ഞില്ല. വിവാഹം കഴിഞ്ഞ് ഇത്ര ദിവസമായില്ലേ? എന്തായാലും അവൾ വീട്ടിലേക്ക് പോകട്ടെ. 2 ദിവസം നിന്ന് അച്ഛനെയും അമ്മയെയും കണ്ട് മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ തിരികെ കൊണ്ടുവരാം. ഈ 2 ദിവസങ്ങളിലും അവളുടെ പ്രസൻസ് ഇല്ലാതാകുമ്പോൾ മാത്രമേ സത്യയ്ക്ക് അവളെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ എന്നറിയാം. അച്ഛൻ്റെ തീരുമാനം തന്നെയാണ് നല്ലതെന്ന് മാധവനും തോന്നി. അന്നത്തെ ദിവസം കഴിയുന്നതും സത്യയുടെ കൺമുന്നിൽ ചെന്ന് പെടാതെ തന്നെ നന്ദു ഒഴിഞ്ഞുമാറി നടന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മയാണ് സത്യയെ ചെന്ന് വിളിച്ചത്. ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോഴും നന്ദു അവിടെ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ചായ കുടിക്കാൻ നേരവും രാത്രി അത്താഴം കഴിക്കുമ്പോഴും എന്തോ ഒരു ശൂന്യത തന്നെ പൊതിയുന്നത് പോലെ സത്യയ്ക്ക് തോന്നി. അന്ന് രാത്രിയിൽ നന്ദു മാളുവിനോടൊപ്പം അവളുടെ റൂമിലാണ് കിടന്നത്. രാത്രി കിടക്കാൻ നേരം ലതയാണ് സത്യയ്ക്ക് കഴിക്കാനുള്ള മെഡിസിൻ എടുത്തു കൊടുത്തത്. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും നന്ദുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പരസ്പരം സംസാരിച്ചില്ലെങ്കിലും സ്നേഹത്തോടെ ഇടപെട്ടില്ലെങ്കിലും ആ റൂമിൽ സത്യ അടുത്തുള്ളപ്പോൾ അവനോട് വഴക്കിട്ടാണെങ്കിലും ബെഡിൽ അവൻ അടുത്തായി ഇരു ധ്രുവങ്ങളിലും കിടക്കുമ്പോൾ മനസ്സിൽ സന്തോഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സ് വിങ്ങിപ്പൊട്ടുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ കാണാഞ്ഞിട്ടും തന്നെ അന്വേഷിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നോർത്തപ്പോൾ നന്ദുവിന് ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി. സുഖനിദ്രയിലായിരുന്ന സത്യ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിൽ പിന്നെ അവന് ഉറക്കം വന്നില്ല. കുറച്ചു നേരം കണ്ണുമടച്ച് കിടന്നു നോക്കി. എന്നിട്ട് നിദ്രാദേവി കനിയുന്നില്ല. ഇതെന്തു പറ്റി ഇന്നിങ്ങനെ? ആലോചനയോടെ എഴുന്നേറ്റു ജനലിനടുത്തേക്ക് ചെന്ന് നിന്നു. പുറത്തുനിന്ന് ചെറുതായി തണുത്ത കാറ്റ് മുറിക്കുള്ളിലേക്ക് വീശുന്നുണ്ട്. ജനലിനടുത്തായി തുണിയിടുന്ന സ്റ്റാൻഡിൽ നിന്ന് പ്രത്യേക മണം മൂക്കിൽ തുളയ്ക്കുന്നു. അത് ശരീരത്തിലാകെ പെരുപ്പുണ്ടാക്കുന്നു. സത്യ കണ്ണുകൾ പൂട്ടി ആ ഗന്ധം പിന്നെയും ആസ്വദിച്ചു. ഈ മണം ഇതിനു മുമ്പ് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. സത്യ നോക്കുമ്പോൾ പിങ്ക് നിറത്തിലുള്ള ടവൽ. അതിൽ നിന്നാണ് ഇത്രയും മണം. അവൻ ആ ടവലെടുത്ത് ആഞ്ഞു ശ്വസിച്ചു. പെട്ടെന്ന് സത്യ ടവൽ ഉയർത്തി നോക്കി. ഇത് നന്ദുവിൻ്റെ അല്ലേ? ടവൽ എടുത്തതിനേക്കാൾ വേഗത്തിൽ അവൻ അതിനെ സ്റ്റാൻഡിലേക്ക് ഇട്ടു. ഛേ, ഞാൻ എന്തൊക്കെയായി ചെയ്തത്? അവളുടെ ടവലാണോ ഞാൻ എടുത്തത്? തൻ്റെ ഉറക്കമില്ലായ്മയുടെ കാരണം അവളാണോ? ഇന്ന് ഞാൻ അവളെ കണ്ടിട്ടില്ലല്ലോ. ആരോടും അന്വേഷിച്ചുമില്ല. സദ്യ ബെഡിലിരുന്നു. ദാഹിച്ചപ്പോൾ വെള്ളമെടുത്ത് കുടിച്ചു. ശിരസിൽ കയറി ചുമച്ചു. പെട്ടെന്നാണ് ഓർത്തത്, മുൻപൊരിക്കൽ രാത്രിയിൽ ഇതുപോലെ ഉണ്ടായപ്പോൾ ധൃതി പിടിച്ച് അവൾ എണീറ്റ് നെറുകിൽ തട്ടി. ദേഷ്യത്തിൽ കൈപിടിച്ച് മാറ്റിയിട്ടും അത് വകവയ്ക്കാതെ അസ്വസ്ഥത മാറും വരെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഞാനിതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഓർക്കുന്നത്? ഈ റൂമിൽ അവളെന്നൊരാൾ ഉണ്ടെന്ന് പോലും തോന്നിയിട്ടില്ല. പിന്നെന്തിനാ മനസ്സ് അവളിലേക്ക് ചാഞ്ചാടുന്നത്? ആലോചിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഇന്നലെ ഈ മുറിയിൽ അവൾ കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ദേഷ്യമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അവളില്ലാത്തതിൽ ശൂന്യതയും തോന്നുന്നു. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചാൽ മതിയെന്നായി. രാവിലെ നേരത്തെ ഉണർന്നു നന്ദു. സത്യ എഴുന്നേൽക്കും മുമ്പ് ഇവിടുന്ന് ഇറങ്ങണം. ഉണർന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ കഴിഞ്ഞില്ലെങ്കിലോ? മാളുവിൻ്റെ റൂമിൽ നിന്ന് ഫ്രഷായി അവളുടെ ഒരു ഡ്രസ്സ് ധരിച്ച് സ്വന്തം റൂമിലേക്ക് ചെന്നു. സത്യ ഉറങ്ങുന്നത് നന്ദു നോക്കി നിന്നു. അവൻ്റെ കവിളിൽ പതിയെ കൈ ചേർത്ത് വെച്ചു. നെറ്റിയിൽ കുഞ്ഞു ചുംബനം. കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ സത്യയുടെ നെറ്റിയിൽ വീണ് ചിതറി. സത്യ ഒന്ന് ഞരങ്ങി. നന്ദു വേഗം അവിടെ നിന്ന് മാറി. ശബ്ദമുണ്ടാക്കാതെ ഡ്രോ തുറന്ന് അത്യാവശ്യം തുണികൾ ഒരു ബാഗിനുള്ളിലാക്കി. മാളുവിൻ്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റി ചുരിദാർ അണിഞ്ഞു. ബാഗുമായി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സത്യയെ തിരിഞ്ഞു നോക്കി. 6 മണിയാകുന്നതേയുള്ളൂ. മുത്തശ്ശൻ ഉണർന്നു കാണുമെന്ന് അവൾക്കറിയാം. റൂമിൽ ചെല്ലുമ്പോൾ മുത്തശ്ശൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു.
പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മോൾ ഇത്രയും നേരത്തെ റെഡിയായോ? അദ്ദേഹം ഉണരും മുമ്പ് എനിക്കിവിടെ നിന്ന് പോകണം മുത്തശ്ശ. 2 ദിവസം കഴിഞ്ഞ് മോൾ വരുമെന്ന് വിശ്വസിച്ച് ഞങ്ങളിവിടെ കാത്തിരിക്കും. മുത്തശ്ശൻ പറയുമ്പോൾ പുഞ്ചിരിച്ചെന്ന് വരുത്തി അവൾ മുത്തശ്ശൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലതാമ്മയും സുമാമ്മയും ആളുവും സാരംഗും അച്ഛനും നിൽപ്പുണ്ട്. അവളോട് എന്താണ് പറയേണ്ടതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആരോടും ഞാൻ യാത്ര പറയുന്നില്ല, പോയിട്ട് വേഗം വരാം. നിന്റെ മനസ്സിൻ്റെ വേദന ഞങ്ങൾക്കെല്ലാം അറിയാം മോളെ. അമ്മയുടെ മനസ്സ് പറയുന്നു ഇതെല്ലാം മാറുമെന്ന്. നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വരുന്നത് സത്യമായിരിക്കും. സുമ നന്ദുവിനെ ചേർത്ത് പിടിച്ച് നിറകിൽ ചുംബിച്ചു. അച്ഛൻ്റെ ഒപ്പം സാരംഗും കൂടിയാണ് നന്ദുവിനെ കൊണ്ടുവിടുന്നതിനായി പോയത്. വീടെത്തും വരെ ആരും ഒന്നും സംസാരിച്ചില്ല. 8 മണിയോടടുത്ത് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്നത് കണ്ട് രാഘവൻ മുറ്റത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങുന്ന നന്ദുവിനെയും സാരംഗിനെയും മാധവനെയും കണ്ടപ്പോൾ അയാൾ തല ചരിച്ചു നോക്കി. ഇല്ല, ഉദ്ദേശിച്ച ആൾ വന്നിട്ടില്ല. അപ്പോഴേക്കും മാധവനും സാരംഗും നന്ദുവും ഉമ്മറത്തെത്തിയിരുന്നു. തങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന അച്ഛനടുത്ത് നന്ദു നിന്നു. ഇതെന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? നന്ദു തമാശ രൂപേണ ചോദിച്ചു. സാധാരണ വിവാഹം കഴിഞ്ഞാൽ പെണ്ണും ചെറുക്കനും കുടുംബക്കാരും കൂടിയാണ് വിരുന്നിന് വരുന്നത്. പക്ഷേ ഇവിടെ പതിവ് തെറ്റിച്ച് വന്നിരിക്കുന്ന ആൾക്കാരെ കണ്ട് നോക്കിയതാണ്. മാധവനും സംഗീതനും അതിനുള്ള മറുപടി പറയാനില്ലായിരുന്നു. എൻ്റെ മകളെ ഞാൻ നിങ്ങളുടെ മകനോടൊപ്പമാണ് വിവാഹം കഴിപ്പിച്ചയച്ചത്. എന്നിട്ടിപ്പോൾ അവൻ എവിടെ? രാഘവൻ്റെ രോഷത്തിന് പിന്നിലെ കാരണം എനിക്കറിയാം. അത് ന്യായവുമാണ്. പക്ഷേ ഒരു പക്ഷേയുമില്ല. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അന്ന് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ന്യായങ്ങൾ? രാഘവൻ പറയുന്നത് കേട്ട് നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ. സ്വഭാവമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ മകളെ പറഞ്ഞയച്ച എന്നെ പറഞ്ഞാൽ മതി. രാഘവൻ പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അച്ഛന് നല്ലതൊന്നും പറയാനില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. 2 ദിവസം നിങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി വന്ന എനിക്ക് ഇങ്ങനെ ശിക്ഷിക്കണോ? ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഇപ്പോൾ തന്നെ തിരികെ പോകാം. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ ഒപ്പം അല്ലാതെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ എന്ത് അവകാശമില്ലേ? ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ആരാ അച്ഛ ഉണ്ടാക്കിയത്? അദ്ദേഹത്തെക്കുറിച്ച് ആര് മോശമായി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെൻ്റെ അച്ഛനാണെങ്കിൽ പോലും. ഒരു ദിവസം തീർച്ചയായും അദ്ദേഹം എന്നെ മനസ്സിലാക്കും. ഞങ്ങൾ തമ്മിൽ സന്തോഷമായി ജീവിക്കുകയും ചെയ്യും. അതിനെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ അതിന് കുറച്ച് സാവകാശം ആവശ്യമാണ്. മാധവനും സാരംഗും അവളുടെ വർത്തമാനം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. സ്വന്തം അച്ഛനോട് പോലും സത്യയ്ക്ക് വേണ്ടി വാദപ്രതിവാദം നടത്തുന്നവൾ. അച്ഛൻ്റെ മുഖം വാടുന്നത് കണ്ടപ്പോൾ നന്ദുവിൻ്റെ മനസ്സ് വിങ്ങി. അവൾ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. എനിക്കൊരുപാട് ഇഷ്ടമാണ് അച്ഛാ, ഇനിയും ഒന്നും പറയല്ലേ എൻ്റെ ഏട്ടനെ. വാക്കുകൾ മുറിഞ്ഞുപോയി നന്ദുവിൻ്റെ. ഇല്ലടാ, അച്ഛ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ. എൻ്റെ മോൾക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒന്നും പറയില്ല. ഇനി കാത്തിരുന്നോളാം നിങ്ങളുടെ ജീവിതം കാണാൻ. മാധവൻ്റെ കണ്ണും നിറഞ്ഞുപോയി. സാരംഗ് പിന്തിരിഞ്ഞു നിന്നു. ആ കാഴ്ച കാണാനാവാതെ. അകത്തുനിന്ന് സുഭദ്രയും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നേരിയതിൽ മുഖം അമർത്തി തുടർച്ച് അവർ ഉമ്മറത്തേക്ക് വന്നു. ആഹാ, അച്ഛനും മോളും കൊള്ളാമല്ലോ. കൂടെ വന്ന അതിഥികളെ പോലും ശ്രദ്ധിക്കാതെ നിങ്ങൾ രണ്ടുപേരും വർത്താനം പറഞ്ഞ് നിൽക്കുകയാണോ? രാഘവൻ മകളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. മാധവനോട് സാരംഗിനോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു. സുഭദ്രയെ, നീ വേഗം 2 ചായ എടുക്ക്. സുഭദ്ര പെട്ടെന്ന് 2 ചായയുമായി ഉമ്മറത്തേക്ക് വന്നു. മാധവനും സാരംഗും അതിൽ നിന്ന് ഓരോ കപ്പ് ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു. ആരും ഒന്നും തന്നെ സംസാരിച്ചില്ല. ഇറങ്ങാൻ നേരം മാധവൻ ഒരു കാര്യം മാത്രം പറഞ്ഞു. എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ നിന്ന് മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ സത്യ തന്നെ വരുമെന്ന്. 2 ദിവസത്തേക്ക് വന്ന് പറഞ്ഞാണ് മോൾ ഇവിടേക്ക് വന്നത്. അതെത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. രാഘവനോടും സുഭദ്രയോടും യാത്ര പറഞ്ഞ് നന്ദുവിൻ്റെ നിറകിൽ തലോടി മാധവൻ വേഗം കാറിലേക്ക് കയറി. എഴുന്നേറ്റ് പതിവ് സമയം കഴിഞ്ഞിട്ടും ബ്ലാക്ക് കോഫി കിട്ടാഞ്ഞ് സത്യ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഡൈനിങ് ടേബിളിൽ മുത്തശ്ശൻ ഇരിക്കുന്നു. അടുത്തായി സത്യയും ചെന്നിരുന്നു. ലതയാണ് ബ്ലാക്ക് കോഫി അവന് കൊണ്ടു കൊടുത്തത്. കോഫി കപ്പ് ചുണ്ടോട് ചേർക്കുമ്പോൾ ഇടം കണ്ണിട്ട് അവൻ ആ പരിസരമാകെ നോക്കി. കോഫി കുടിച്ചു കഴിഞ്ഞ് കപ്പ് മാറ്റിവെച്ച് നേരെ റൂമിലേക്ക് പോയി. ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ അവനെയും കാത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിലും അവൻ തിരഞ്ഞ ആൾ മാത്രമില്ല. അപ്പോഴും നന്ദുവിനെ മാത്രം അവിടെ ഒന്നും കണ്ടില്ല. തുടരും. ആരും അവളെക്കുറിച്ചൊന്നും പറഞ്ഞും കേൾക്കുന്നില്ല. ഇടയ്ക്ക് കസേരയിൽ നിന്നും പിന്നിലേക്ക് നോക്കി കിച്ചൺ ഭാഗത്തേക്ക്. ഇല്ല, അവിടെയും ഇല്ല. ജോലിക്ക് നിൽക്കുന്ന ചേച്ചി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടോ കഴിക്കാൻ പറ്റുന്നില്ല. സത്യ കഴിക്കുന്നത് മരുതിയാക്കി എഴുന്നേറ്റ് പോയി. അവൻ എഴുന്നേറ്റ് പോയപ്പോൾ അവിടെ ഒരു പൊട്ടിച്ചിരി മുഴങ്ങി. മുത്തശ്ശ, അച്ഛ, കൊച്ചുമോൻ ആട്ടമുണ്ട്. എന്തായാലും ഇതിങ്ങനെ അങ്ങ് പോകട്ടെ. സാരംഗ് പറയുന്നത് ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി.
ഫുഡ് കഴിക്കാത്തത് കൊണ്ട് സുമ ഒരു ഗ്ലാസ് പാലുമായി സത്യയുടെ അടുത്തെത്തി. ബെഡിൽ കണ്ണിന് കുറുകെ കൈവച്ച് മറച്ചു കിടക്കുകയാണ് സത്യ. മോനെ, ടാബ്ലറ്റ് കഴിക്ക്. സുമയുടെ ഒച്ച. സത്യ എഴുന്നേറ്റു. മോൻ ആദ്യമേ പാല് കുടിക്ക്. ഒരുപാട് മെഡിസിൻ കഴിക്കുന്നതല്ലേ. നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നേരെ കഴിച്ചില്ലല്ലോ. അമ്മ ഓരോന്ന് പറയുമ്പോഴും നന്ദുവിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് സത്യ പലപ്പോഴും കരുതി. എന്നാൽ സുമ അതിനെക്കുറിച്ചൊന്നും അവനോട് സംസാരിച്ചില്ല. മെഡിസിൻ എടുത്തു കൊടുക്കുമ്പോൾ സുമ അവനെ ശ്രദ്ധിച്ചതുപോലുമില്ല. എന്നാൽ പലപ്പോഴും അവളെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കണമെന്ന് സത്യ കരുതി. പക്ഷേ അതിന് നാവ് ചലിച്ചില്ല. സുമയുടെ കയ്യിൽ നിന്ന് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞ് മുറിയിൽ നിന്ന് സുമ പുറത്തേക്ക് പോയി. ചിന്തയോടെ സത്യ ബെഡിൽ കിടന്നു. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ ആരും തന്നോടൊന്നും പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ആരും ഒന്നും പറയാത്തത്. എത്രയൊക്കെ അവളെ മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയാത്തതുപോലെ സത്യ ആകെ ശ്വാസം മുട്ടി. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ അടുക്കളയിലുണ്ട്. അമ്മേ. സത്യയുടെ വിളി കേട്ട് സുമ തിരിഞ്ഞു നോക്കി. എന്താ സത്യ, നിനക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ടമ്മേ, ഞാനൊരു കാര്യം തിരക്കാൻ വന്നതാണ്. ശ്രീനന്ദ. അവൾ പേര് പറയുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസം അവർ നോക്കി നിന്നു. ഇത് ചോദിക്കാൻ നിനക്ക് ഇത്രയും സമയം ആവശ്യമുണ്ടായിരുന്നു സത്യ? സത്യ ഒന്നും മിണ്ടാതെ മറ്റെവിടെയോ ദൃഷ്ടി പതിപ്പിച്ച് നിന്നു. അവളുടെ വീട്ടിൽ പോയി. അവളുടെ സാമീപ്യം നിനക്ക് അത്രയേറെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്ന് ഇന്നലെ നീ പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെയാണ് നിന്നോട് യാത്ര പോലും പറയാതെ അവൾ പോയത്. അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ കൂട്ടാൻ? ഇല്ല. അച്ഛനും സാരംഗുമോനും കൂടിയാണ് അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടത്. അവൾ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും എതിർത്തില്ലേ? സത്യയുടെ ചോദ്യം കേട്ട് സുമ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. താലി കെട്ടിയ ഭർത്താവിന് അവളുടെ സാമീപ്യം ഇഷ്ടമില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? സത്യ പിന്നീടൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. നേരെ റൂമിലേക്ക് പോയി. ഏറെ നേരം റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴെല്ലാം അവൻ്റെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നത് മറ്റാരേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് നന്ദു ആയിരുന്നു. വീട്ടിൽ പോകുന്നതിനെക്കുറിച്ചും മറ്റും സംസാരിക്കാൻ വന്നപ്പോൾ ആ മാനസികാവസ്ഥയിൽ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവൾ ഒരിക്കലും തന്നെ വിട്ടു പോകുമെന്ന് കരുതിയില്ല. അതും ഒരു വാക്കുപോലും പറയാതെ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അവളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്? മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പല തവണ ശ്രമിച്ചു. പക്ഷേ ഏതൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒടുവിൽ വന്ന് നിൽക്കുന്നത് നന്ദുവിൻ്റെ ഓർമ്മയിലാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ആരും ഒന്നും സംസാരിച്ചില്ല. കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ട് ലത പോയി നോക്കിയപ്പോൾ, ഹായ് മാം, ഇവിടുത്തെ വിവാഹാൽബം റെഡിയായിട്ടുണ്ട്, അതൊന്ന് കൊണ്ടു തന്നിട്ട് പോകാമെന്ന് കരുതി. ലത അത് വാങ്ങി ഡൈനിങ്ങിൽ വെച്ചു. ആഹാ, കൊണ്ടുവന്നോ? ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. സാരംഗ് ധൃതിയിൽ ആൽബവും സീഡിയും വാങ്ങി. TV ഓണാക്കി. ഈശ്വരമംഗലം വീടും മുന്നിൽ തലയോടുപ്പോട് നിൽക്കുന്ന ആനയുടെ പ്രതിമയും വീടിൻ്റെ ഓരോ മുക്കും മൂലയും വിവാഹവേഷത്തിൽ സത്യയും ഓരോ അംഗങ്ങളും. കാറിൽ കയറുന്ന സത്യ. അത്രയുമായപ്പോൾ സത്യ കൈ കഴുകാൻ എഴുന്നേറ്റു. അവന് കാണാനും താല്പര്യമില്ലായിരുന്നു. കൈ കഴുകി തിരികെ റൂമിലേക്ക് പോകുമ്പോൾ വെറുതെ കണ്ണുകൾ TVയിലേക്ക് നീണ്ടു. ഇളം പിങ്ക് നിറത്തിൽ മെറൂൺ ബോർഡറോട് കൂടിയ കാഞ്ചീപുര സാരിയും മിതമായ ആഭരണങ്ങളും ധരിച്ച് ശ്രീനന്ദ മെഹന്തിയിട്ട് ഭംഗിയാക്കിയ കൈകൾ കൊണ്ട് മുഖം മറച്ചു നിൽക്കുന്നു. മുഖം മറച്ചിരിക്കുന്ന കൈകൾ മാറ്റുമ്പോൾ മഷിയിട്ട് നീട്ടി വരച്ച് വിടർന്ന കണ്ണുകൾ ഇരുനിറമാണ്. പക്ഷെ കണ്ണുകളിൽ എന്തോ ആകർഷണീയതയുണ്ട്. ഇടയ്ക്ക് ക്യാമറമാൻ പറഞ്ഞു കൊടുക്കുന്ന 1-2 ഡാൻസിൻ്റെ സ്റ്റെപ്പ് കളിക്കുന്നുണ്ട്. ചിലത് ഫ്ലോപ്പ് ആകുമ്പോൾ നാവ് കടിച്ച് നിൽക്കുന്ന ഷോട്ട് കൃത്യമായി അവർ ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ സത്യയ്ക്കും ചിരി വന്നു. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് അവൻ വേഗം റൂമിലേക്ക് കയറി. മോൾ എവിടെ സുഭദ്രയെ? രാഘവൻ ചോദിക്കുമ്പോൾ സുഭദ്ര മുഖം കുനിച്ചു. വന്ന നേരം മുതൽ റൂമിൽ കയറി ഒരേ ഇരിപ്പാണ്. ഒന്നും മിണ്ടുന്നില്ല, കുടിക്കുന്നുമില്ല, കരച്ചിൽ തന്നെ. നീ ഒന്നും ചോദിച്ചില്ലേ സുഭദ്രയെ? ചോദിക്കാതിരിക്കുന്നത് എങ്ങനെ? ഞാൻ അമ്മയല്ലേ? ഒന്നും മിണ്ടുന്നില്ല. കണ്ണു തോർന്നിട്ടില്ല എൻ്റെ കുഞ്ഞിൻ്റെ. ഇപ്പോഴൊന്നും ചോദിക്കേണ്ട, അവൾക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ. എന്നാലും നമ്മുടെ മോള് ഒന്നുമില്ല സുഭദ്രയെ, അവൾക്ക് കുറച്ച് സമയം കൊടുക്കാം. രമേശൻ വരുമ്പോഴും അവളെ തിരക്കി. സുഭദ്ര കാര്യം പറഞ്ഞപ്പോൾ അവനും ശല്യപ്പെടുത്തിയില്ല. എങ്കിലും വല്ലാത്ത വിഷമം തോന്നി അവളുടെ കാര്യം ഓർത്ത്. എങ്കിലും എന്നെ അന്വേഷിച്ച് കാണില്ലേ? നന്ദു എവിടെയെന്ന് ആരോടും ചോദിച്ചു കാണില്ലേ? ഇല്ല, ആരോടും ചോദിച്ചു കാണില്ല. ഞാൻ ആരാ? മനസ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. ഒന്നിനും മനസ്സ് വരുന്നില്ല. എല്ലാത്തിനും മരവിപ്പ്. അവിടെ ആയിരിക്കുമ്പോൾ എപ്പോഴും ആ ഒരാളുടെ കാര്യം നോക്കാൻ സമയം തികയാറില്ല. ഇപ്പോൾ സമയം ഒച്ചിനേക്കാൾ ഇഴഞ്ഞു നോങ്ങുന്നു. മനസ്സിപ്പോഴും അയാളെ ചുറ്റിപ്പറ്റി തിരയുകയാണ്. കാണാതിരിക്കുമ്പോൾ കാണാൻ കണ്ണു കൊതിക്കുന്നു. എത്തി മൊബൈൽ കയ്യിലെടുത്തു. വിവാഹ ദിവസം മാളുവും സാരംഗും മൊബൈലിൽ പകർത്തിയ ഫോട്ടോസ് ഒരിക്കൽ നന്ദുവിന് കാണിച്ചു കൊടുത്തു. അപ്പോഴാ ഫോട്ടോസ് എല്ലാം മൊബൈലിലേക്ക് സെൻഡ് ചെയ്യിച്ചു. ഗാലറി ഓപ്പൺ ചെയ്ത് ഓരോ ഫോട്ടോസും സൂം ചെയ്ത് നോക്കി. അതിൽ രണ്ടുപേരുടെയും മുഖഭാവം വേർതിരിച്ചറിയാനാകാത്ത പോലെ. എങ്കിലും ആ മുഖമൊന്ന് കണ്ടപ്പോൾ വല്ലാത്ത സമാധാനം.
ഫോണിൽ മുത്തശ്ശൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ മോളെ. മുത്തശ്ശ, കഴിച്ചോ? കഴിച്ചു മോളെ. ഭക്ഷണം കഴിച്ച ശേഷമുള്ള മെഡിസിൻ കഴിച്ചോ? അതും കഴിച്ചു. ഞങ്ങളുടെ കാര്യമൊക്കെ നീ അന്വേഷിച്ചല്ലോ, നീ കഴിച്ചോ? ഞാൻ വേണ്ട മോളെ, മുത്തശ്ശൻ അറിയാം നീ ഒന്നും കഴിച്ചില്ലെന്ന്. നീ വിളിച്ചത് ഇതിനൊന്നുമല്ലെന്നും എനിക്കറിയാം. അവൻ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് പോയി. രാവിലെ മുതൽ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ആരോടും ഒന്നും ചോദിക്കാനും വയ്യ. ഒടുവിൽ നിവർത്തിയില്ലാതെ സുമയോട് നിന്നെക്കുറിച്ച് തിരക്കി. ആണോ മുത്തശ്ശ? അദ്ദേഹം എന്നെ തിരക്കിയോ? സന്തോഷം കൊണ്ട് അവളുടെ ശബ്ദം വിറച്ചുപോയി. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറയുമോ? നിന്നെക്കുറിച്ച് സുമയോട് അന്വേഷിച്ചു. അവൾ എന്തൊക്കെയോ പറയുകയും ചെയ്തു. അത് കേട്ടതും മുഖം വല്ലാതെയായി. കുറച്ച് നേരത്തിന് മുമ്പ് നിങ്ങളുടെ കല്യാണ ആൽബവുമായി സ്റ്റുഡിയോയിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു. വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ദൂരെ മാറി നിന്ന് കാണുന്നത് കണ്ടു. നിന്നെ ആ മുഖത്ത് കണ്ടപ്പോൾ ചെറിയൊരു പുഞ്ചിരി വിടർന്നുവെന്ന് സംശയമുണ്ട്. അത്രയും കേട്ടപ്പോൾ തന്നെ നന്ദുവിൻ്റെ മുഖം വിടർന്നു. അപ്പോൾ എന്നെ കാണാത്തതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. അങ്ങനെ ഉറപ്പിക്കാൻ വയ്യെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് നമ്പർ വാങ്ങി എന്നെ വിളിക്കില്ലായിരുന്നോ? സ്വയമേ തന്നെ ചോദ്യവും ഉത്തരവും കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു നന്ദു. എന്തായാലും മോളുടെ തീരുമാനമായിരുന്നു നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നിന്റെ സാമീപ്യം ഇല്ലാതാകുമ്പോൾ അവനുണ്ടാകുന്ന അസ്വസ്ഥത, അതിൽ നിന്നും അവൻ്റെ മനസ്സിൽ നിനക്ക് ചെറുതായെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കും. ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും ആരോഗ്യമില്ലാതാക്കരുത്. അവിടെ നിന്ന് തിരികെ വരുമ്പോൾ സന്തോഷവതിയായിട്ട് വേണം വരാൻ. ഇവിടെ നിന്നെയും കാത്ത് നിന്റെ അദ്ദേഹം ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് മോള് നന്നായി ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ബെഡിൽ നിന്നും എഴുന്നേറ്റ് അലമാരയുടെ മുന്നിൽ ചെന്ന് കണ്ണാടിയിൽ നോക്കി. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് മുഖത്ത് വല്ലാത്ത ക്ഷീണം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോഴും വൈകുന്നേരം ചായ കുടിക്കാൻ വിളിക്കുമ്പോഴും പോയില്ല. പലതവണ അമ്മ സങ്കടപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടു. ഇനിയും ഇങ്ങനെ മുറിയടച്ചിരിക്കുകയാണെങ്കിൽ അതവർക്ക് സങ്കടമാകും. നേരെ വാഷ്റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങി ഒരു പല്ലാസയും കുർത്തയും ഇട്ട് വന്നു. അടുക്കള ഭാഗത്തേക്ക് നോക്കുമ്പോൾ അമ്മയെ കണ്ടില്ല. മുറിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ ബെഡിലിരിക്കുന്നു. അമ്മ അലമാരയിൽ തുണി മടക്കി വയ്ക്കുന്ന തിരക്കിലാണ്. എനിക്ക് വിശക്കുന്നമ്മേ, ആഹാരം എന്തെങ്കിലും എടുത്ത് താ പറഞ്ഞുകൊണ്ട് നേരെ ഡൈനിങ്ങിൽ ചെന്നിരുന്നു. അല്ലെങ്കിലും പണ്ടേയുള്ള സ്വഭാവമാണ്. തനിയെ ആഹാരം വിളമ്പി കഴിക്കുന്ന ഇഷ്ടമല്ല. അമ്മ തന്നെ കൊടുക്കണം. മോള് പറഞ്ഞത് കേട്ടില്ലേ സുഭദ്രേ, നീ അവൾക്ക് ഭക്ഷണം എടുത്ത് കൊടുക്ക്. രാഘവൻ പറയുമ്പോഴാണ് സുഭദ്ര ഞെട്ടലിൽ നിന്നും തിരികെ വന്നത്. ചോറും മാമ്പഴ പുളിശ്ശേരിയും ചക്കപ്പുഴുക്കും മാങ്ങ അച്ചാറും അവളുടെ മുന്നിൽ കൊണ്ടുവച്ചു. ഒരു പാത്രത്തിൽ കട്ടത്തൈരും. മകൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് നോക്കി സുഭദ്ര അവിടെ തന്നെ ഇരുന്നു. വന്നപ്പോൾ മുതൽ മുറിയിൽ ഒരേ ഇരിപ്പായിരുന്നു. എത്രയോ തവണ എന്തെല്ലാമോ ചോദിച്ചിട്ട് അതിനൊന്നും മറുപടി പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടി സ്വന്തം വീട്ടിൽ തിരികെ വരുന്നത് ചോദ്യം ചെയ്യാൻ എന്താ അമ്മേ കാര്യം? അല്ല മോളെ, സാധാരണ നാട്ടുനടപ്പനുസരിച്ച് വിവാഹം കഴിഞ്ഞ് 3-ന്റെ അന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വിരുന്നിന് വരണം. അതിനുശേഷം മാത്രമേ മറ്റെവിടെയെങ്കിലും പോകാവൂ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ചടങ്ങൊന്നും ഇല്ലായിരുന്നു. മാത്രവുമല്ല, നീ മാത്രമാണ് വന്നത്, മോൻ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് സംശയം തോന്നില്ലേ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന്? എൻ്റെ വീട്ടിൽ ഞാൻ തനിയെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്കിടയിൽ പ്രശ്നമുള്ളത് കൊണ്ടല്ല. എനിക്ക് 2 ദിവസം നിങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അതല്ല, ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയേണ്ട താമസം. അവിടുന്ന് വണ്ടി വരും, ഞാൻ പോയേക്കാം. വേണ്ട മോളെ, അമ്മ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല.